ഇതെന്തേ ഇത്? അമ്മ എവിടെയായിരുന്നു? എത്ര നേരമായി ഉണ്ണിയോളെ വിളിക്കണത്? ദേ ഇപ്പൊ പേടിയൊക്കെ മാറിയല്ലോ. ഏ ഇപ്പൊ അമ്മനെ കണ്ടപ്പോ പേടി മാറിയാ? അയ്യോ, എൻ്റെ മോളെ അങ്ങോട്ട് ചെല്ലേ, അങ്ങോട്ട് കയറ്, ചെല്ലേ. താഴ്ത്തിരുത്തുണ്ടടി. ഓരോരുത്തർ ഇറങ്ങിയിട്ടാ താഴോട്ട്. ആദ്യമായിട്ടാണ് അവർ താഴോട്ട് ഇറങ്ങണത്. ഷോ കുഞ്ഞുമോളെ, ഇവർക്കൊക്കെ ഞാൻ പേരിട്ടുട്ടാ. ദേ ഇവനാണല്ലോ മൂത്തത്. എവിടെ ചെക്കാതെ തലേപ്പാണ്ടുള്ള ഇവൻ്റെ പേര് ലിയോ കുട്ടൻ. ഇതാണ് രണ്ടാമത്തത്, ഇവൻ്റെ പേര് മിലോ കുട്ടൻ. ഇതാണ് മൂന്നാമത്തതും പെൺകുട്ടിയായ നമ്മുടെ കുട്ടി, അവളുടെ പേര് സാഷ. അങ്ങനെ 3 പേർക്കും പേരിട്ടു. പേരൊക്കെ ഞാൻ ഇവരെ പ്രസവിച്ച അന്ന് തന്നെ ഇട്ടതാട്ടാ. ഇവൻ്റെ പേര് വേറെയായിരുന്നു. ഇത് പെണ്ണാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവളുടെ ലയിക്കമോൾക്ക് ഒരു സഹോദരിനെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് ലൂണാന്നാ. അപ്പോൾ ഇവള് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ വിചാരിച്ചു പ്യുവർ വൈറ്റായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അവൾക്ക് ആ പേരിടാമെന്ന് വിചാരിച്ചിട്ട് ഈ മുതലിനെ ഞാൻ ലൂണാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ മനസ്സിലായി അത് ലൂണയല്ലെന്ന്, പെൺകുട്ടി അല്ലയെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിട്ടെ, ഇവൻ്റെ കാര്യത്തിലൊരു ഡൗട്ട് ഉണ്ടായി. അപ്പോൾ തന്നെ ഞാൻ 2 പേര് സജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ലൂണ, പിന്നെ ആൺകുട്ടി ആണെങ്കിൽ മിലോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പേരിപ്പം മിലോ എന്നാണ്. അപ്പോൾ ഇത് ലിയോ, ഇത് മിലോ, ഇത് സാഷ, ഇത് ലയിക്ക. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ പേര്. സോറി. എടിയേ, ഇതെന്ത് ഇവിടെ അടുക്കളപ്പുറത്ത് തിണ്ണമ്മ കിടക്കണത്? അവിടെ ശരിയാക്കി തന്ന സ്ഥലത്ത് പോയി കിടക്കുമോളെ, ഇഷ്ടമായില്ലേ? എന്തായാലും കുട്ടികളൊക്കെ ഇറങ്ങി പഠിക്കട്ടെ എന്നു അങ്ങനെ വിചാരിച്ചിട്ടാവും ചിലപ്പോൾ. അയ്യോ, കെട്ടിപ്പിച്ച അമ്മ എന്താ നോക്കിയേ, സ്നേഹം അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൾക്ക് കുട്ടികളെ കടിച്ചുകൊണ്ട് പോകാനൊന്നും അറിയില്ല. നമ്മളെവിടെയാണ് അവൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അവിടെ നമ്മളെ പെറുക്കി വെച്ച് കൊടുക്കണം. ഞാൻ എന്തോരം പൂച്ചകളെ വളർത്തിയേക്കണു. എല്ലാ അമ്മ പൂച്ചകളും കുട്ടികളെ കടിച്ചുകൊണ്ട് പോകും. ഇവൾക്കത് അറിയേയില്ല കടിച്ചുകൊണ്ട് പോകാൻ. അവൾക്ക് എവിടെയെങ്കിലും മാറി വെക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കണം എന്ന് തോന്നി അവൾ പറയും. നമ്മളവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ശരിയേ.